റെയ്ഡ് കഴിഞ്ഞ ഉദ്യോഗസ്ഥന്മാർ അവരൊരു പക്വമായ നിലപാടാണോ സ്വീകരിച്ചത്? ചിലരെ അറസ്റ്റ് ചെയ്യുന്നു. ബോധപൂർവം ഒരു പ്രശ്നമുണ്ടാക്കാനല്ലേ ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചത്? സാധാരണഗതിയിൽ എന്താ ചെയ്യേണ്ടത്? ഒരു വലിയ ജനക്കൂട്ടം ക്ഷുഭിതരായിട്ട് പുറത്തു നിൽക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. ആ ജനക്കൂട്ടത്തിന് നേരെ കാറുമെടുത്ത് പോകാൻ പറ്റുമോ? സ്വാഭാവികമായും പ്രതികരണം ഉണ്ടാകില്ലേ? ഇവിടെ പിണറായിൽ എല്ലാവരെയും മാറ്റി നിർത്തിയിട്ടല്ലേ അവർ പോയത്? എന്തുകൊണ്ടാണ്? ഇത് തിരുവനന്തപുരത്ത് പ്രകോപനമുണ്ടാക്കാൻ. ഞാനവിടെ പോയിട്ടില്ല, പക്ഷേ ഞാൻ ടെലിവിഷൻ ചാനലുകളിൽ നിങ്ങളുടെ ചിത്രങ്ങളെല്ലാം കണ്ടു. ക്ഷുഭിതരായ ഒരു ജനക്കൂട്ടം, ആ ജനക്കൂട്ടത്തിന് നേരെ കാറുമെടുത്ത് പോകുമ്പോൾ സ്വാഭാവികമായും ക്ഷുഭിതരായ ജനക്കൂട്ടം ഏത് ഗാന്ധിയന്മാരും പ്രതികരിച്ചു പോകില്ലേ? അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് ബോധപൂർവം തന്നെ ഇത്തരമൊരു സാഹചര്യം ഉണ്ടാക്കിയെടുത്ത് ഈ കേരളത്തിൻ്റെ സമാധാനപരമായ അന്തരീക്ഷത്തെ തകർക്കാൻ ഇവിടെ RSS, BJP, കോൺഗ്രസിൻ്റെ ഹിഡൻ അജണ്ട ഡീല് നടപ്പിലാക്കി കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും പുരോഗമന പ്രസ്ഥാനത്തെയും വിശിഷ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനെ തകർക്കാമെന്നാണ് ധരിക്കുന്നതെങ്കിൽ അങ്ങനെ തകർന്നു പോകില്ല എന്നവർ മനസ്സിലാക്കണം.